ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എണ്ണിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന കുറച്ച് നല്ല നല്ല ടിപ്സുകൾ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് ഇന്നത്തെ വീഡിയോ. നമ്മൾ സാധാരണ കംഫർട്ട്, സ്റ്റിഫ് ആൻഡ് ഷൈൻ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ തുണികൾക്കൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ തുണികൾക്ക് ഉപയോഗിക്കുമ്പോൾ തുണികൾക്കൊക്കെ നല്ലൊരു സ്മെല്ലും നല്ല സ്റ്റിഫായിട്ട് ഇരിക്കുകയും നല്ല പുതിയതുപോലെയൊക്കെ ഇരിക്കുകയൊക്കെ ചെയ്യും. കംഫർട്ട് തുണികൾക്ക് യൂസ് ചെയ്യുന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ കംഫർട്ട് ഉപയോഗിച്ച് നമുക്ക് വേറെയും ചില ഉപയോഗങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ക്രിസ്പ് ആൻഡ് ഷൈൻ എന്ന് പറയുന്ന ഒരു സംഭവമാണ്. കംഫർട്ടും ക്രിസ്പ് ആൻഡ് ഷൈനും ഒക്കെ സെയിം ഉപയോഗങ്ങൾ തന്നെയാണ്. അതെ, പിന്നെ ഞാൻ ഇതുപോലത്തെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. നമ്മൾ മയോണൈസ് ഒക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഇതുപോലത്തെ ഒരു പാത്രമാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാൻ കുറച്ച് ടിഷ്യൂ മടക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. ടിഷ്യൂ ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് ചെറിയ ചെറിയ തുണികളുടെ പീസായാലും അല്ലെങ്കിൽ പഞ്ഞി ഉപയോഗിച്ചാലും മതി. അപ്പം ഞാൻ ഈ ടിഷ്യൂ ഒക്കെ ഇതുപോലെ ഇങ്ങനെ മടക്കി വെച്ചതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ക്രിസ്പ് ആൻഡ് ഷൈൻ ഒഴിച്ചു കൊടുക്കുകയാണ്. കംഫർട്ട് ഉള്ളവർ കംഫർട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ട്, ഇത് ഞാൻ നമ്മുടെ കബോർഡിൻ്റെ ഉള്ളിൽ വയ്ക്കുകയാണ്. ഇതുപോലെ വയ്ക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് കുറേ നാൾ തുണികൾ ഇങ്ങനെ മടക്കി വയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ബാഡ് സ്മെല്ലൊക്കെ മാറുകയും ചെയ്യും. നമ്മുടെ അലമാരിയൊക്കെ തുറക്കുമ്പോൾ നല്ലൊരു സ്മെല്ല് കിട്ടുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ നല്ലൊരു ടിപ്പാണിത്. ഇനി അടുത്തതായിട്ട് നമ്മുടെ വീട്ടിൽ നോൺ വെജൊക്കെ പാചകം ചെയ്യുന്ന സമയത്ത്, മീനൊക്കെ പൊരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് വീടിനകത്തൊക്കെ ഈ മീനിൻ്റെയൊക്കെ ഒരു മണമായിരിക്കും അല്ലേ. പുറത്തുനിന്നൊക്കെ ആരെങ്കിലും വരുന്നൊരു സമയത്തായിരിക്കും ഇതിൻ്റെ ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാവുക. അപ്പോൾ നമ്മൾ മീനൊക്കെ പൊരിച്ചു കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഞാൻ അധികം ഉപയോഗിക്കാത്തൊരു പാത്രമാണ്. ഈ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വയ്ക്കാം. വെള്ളം തിളച്ച് കഴിയുമ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു മൂടി കംഫർട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത് തിളയ്ക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് നമ്മുടെ വീട്ടിലൊക്കെ നിറയുന്നത്. ഹൈ ഫ്ലെയിമിൽ വെച്ച് തിളപ്പിച്ചതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് നമുക്കിത് ലോ ഫ്ലെയിം ആക്കി കൊടുക്കാം. അപ്പോൾ ഇത് തിളയ്ക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ വീട് ഫുള്ളായിട്ട് നല്ലൊരു സ്മെല്ലായിരിക്കും വരുന്നത്. അപ്പോൾ നമ്മൾ നോൺ വെജൊക്കെ പാചകം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് കംഫർട്ട് ഒന്ന് തിളപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട് നിറയെ സ്മെല്ലായിരിക്കും. ഇനി നമുക്കിത് ചൂടാറാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ചൂടാറിയതിന് ശേഷം നമുക്കിത് കളയേണ്ട ആവശ്യമില്ല. നമുക്ക് തുണികൾക്ക് വേണ്ടി യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ വേറൊരു ടിപ്പാണ്, ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമുക്ക് നമ്മുടെ കൗണ്ടർ ടോപ്പ് ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. നല്ല സ്മെല്ലായിരിക്കും ഈ ഒരു വെള്ളം വെച്ചിട്ട് നമ്മൾ കൗണ്ടർ ടോപ്പുകളൊക്കെ തുടച്ചു കൊടുക്കുമ്പോൾ. പിന്നെ ചെറിയ ചെറിയ പ്രാണികളുടെ ശല്യമൊക്കെ ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെ നമുക്ക് ഗ്യാസിൻ്റെ മുകളിൽ ഇത് വെച്ചിട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് നമ്മുടെ ഡൈനിങ് ടേബിൾ നല്ലപോലെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു കംഫർട്ടിൻ്റെ സൊല്യൂഷൻ യൂസ് ചെയ്യാവുന്നതാണ്. നല്ല സ്മെല്ലായിരിക്കും. ഇനി ഞാൻ ഇതേപോലത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അതിൻ്റെ അടപ്പിൽ ചെറിയ ചെറിയ ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ കംഫർട്ടിൻ്റെ വെള്ളം ബാക്കിയുണ്ടല്ലോ, ആ ബാക്കിയുള്ള കംഫർട്ടിൻ്റെ വെള്ളം ഈ ഒരു കുപ്പിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്കിത് ടോയ്ലറ്റിൽ യൂസ് ചെയ്യാം. നമ്മൾ ടോയ്ലറ്റൊക്കെ യൂസ് ചെയ്തതിന് ശേഷം ഈ ഒരു വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു സ്മെല്ലായിരിക്കും നമ്മുടെ ടോയ്ലറ്റിലൊക്കെ ഉണ്ടാവുക. ഇനി അടുത്തൊരു ടിപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തറ തുടയ്ക്കുന്ന സമയത്ത് ആ തറ തുടയ്ക്കുന്ന വെള്ളത്തിലേക്ക് ഒരു അരമൂടി കംഫർട്ട് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് ഒഴിച്ചു കൊടുക്കരുത്, വളരെ കുറച്ച് അരമൂടി മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. എന്ന് വെച്ചാൽ ഒരുപാട് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തറ തുടയ്ക്കുമ്പോൾ ഒട്ടിപ്പിടിക്കുന്ന പോലെ തോന്നും. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് കംഫർട്ട് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് വെച്ച് തറ തുടയ്ക്കുമ്പോഴൊക്കെ നല്ലൊരു സ്മെല്ലായിരിക്കും. ഇനി അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത്, പിന്നെ നമ്മൾ തുണികളൊക്കെ അയൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ കംഫർട്ടിൻ്റെ ഒരു വെള്ളം നമ്മൾ അയൺ ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ തുണികൾക്കൊക്കെ നല്ലൊരു സ്മെല്ലും നല്ല സ്റ്റിഫായിട്ട് ഇരിക്കുകയും ചെയ്യും നമ്മൾ അയൺ ചെയ്യുമ്പോൾ. പിന്നെ നമ്മൾ അടുക്കളയിലൊക്കെ തുടയ്ക്കാൻ ഉപയോഗിക്കുന്ന തുണികളൊക്കെ ഇല്ലേ, അതിനകത്തേക്ക് അതൊക്കെ കഴുകിയതിന് ശേഷം ഇതുപോലെ കംഫർട്ട് കുറച്ചൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഈ കൗണ്ടർ ടോപ്പ് തുടയ്ക്കുന്ന ടവലിലൊക്കെ നല്ലൊരു സ്മെല്ലായിരിക്കും. ബാത്റൂമിലെ ചീത്ത സ്മെല്ലൊക്കെ പോയിട്ട് നല്ലൊരു മണം കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ട്രിക്കാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണിത്. അപ്പോൾ നമ്മൾ ഈ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ ഫ്ലഷ് ചെയ്യുമ്പോഴും നമ്മുടെ ബാത്റൂമിലൊക്കെ നല്ലൊരു സ്മെല്ല് നിറയുന്നതായിരിക്കും. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു കുപ്പിയാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ചെറിയ കുപ്പിയാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലത്തെ ഒരു ജ്യൂസൊക്കെ വാങ്ങിക്കുന്ന ഒരു കുപ്പിയാണ്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുന്നതാണ്. ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലാണിത്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് കംഫർട്ടാണ്. നമ്മുടെ വീട്ടിൽ കംഫർട്ട് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമുക്ക് ഏത് ഫാബ്രിക് കണ്ടീഷണർ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം.
കംഫർട്ട് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഇതുപോലത്തെ ഒരു 5 രൂപയുടെ ഒരു പാക്കറ്റാണ്. ഇത് നമുക്കൊരു സോപ്പ് വാങ്ങിച്ചപ്പോൾ അതിൻ്റെ കൂടെ ഫ്രീ കിട്ടിയതാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇത് നമുക്ക് യൂസ് ചെയ്യാമെന്ന്. അപ്പം ഞാൻ ഇത് പൊട്ടിച്ചിട്ട് ഈ കുപ്പിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഷാമ്പു അല്ലെങ്കിൽ ഡിഷ് വാഷോ അതുപോലത്തെ സംഭവങ്ങളൊന്നും ഉപയോഗിക്കുന്നത്, സോപ്പിന്റെ അംശമുള്ള കാര്യങ്ങളൊന്നും നമ്മൾ യൂസ് ചെയ്യരുത്. ഇതുപോലത്തെ ഒരു ഫാബ്രിക് കണ്ടീഷണറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. വലിയ ബോട്ടിൽ എടുക്കുന്നതിനേക്കാളും നല്ലത് ചെറിയ ബോട്ടിൽ എടുക്കുന്നതായിരിക്കും. അപ്പം നമുക്ക് ഈ ഒരു ഫാബ്രിക് കണ്ടീഷണർ ഈ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നിറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ വലിയ ബോട്ടിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇത് കൂടുതൽ ഫാബ്രിക് കണ്ടീഷണർ യൂസ് ചെയ്യേണ്ടി വരും. ബോട്ടിൽ നിറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ അടുപ്പ് ഇട്ട് വയ്ക്കുകയാണ്. അടുപ്പ് ഞാൻ വെറുതെ അല്ല ഇട്ടിരിക്കുന്നത്, അതിനകത്തൊരു ഹോൾ ഇട്ടിട്ടുണ്ട്. ആ ഹോൾ ഇട്ടതിന് ശേഷം ഈ അടുപ്പ് മുറുക്കി കൊടുക്കുകയാണ്. ഇനി ഞാൻ ഇവിടെ ഒരു നൂല് എടുത്തിട്ടുണ്ട്. ഈ നൂല് ഞാൻ ഈ ബോട്ടിൽ കെട്ടിക്കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് ബാത്റൂമിലെ ഫ്ലഷ് ടാങ്കിലാണ് വയ്ക്കുന്നത്. അപ്പോൾ ഈ നൂലിട്ട് കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചിട്ട് നമുക്കിത് പിന്നീട് എടുത്ത് മാറ്റേണ്ട സമയത്ത് വളരെ ഈസി ആയിട്ട് നമുക്ക് എടുത്ത് മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിനകത്ത് നൂല് കെട്ടി കൊടുക്കുന്നത്. അപ്പോൾ അതിനകത്ത് ബാത്റൂമിലെ ഫ്ലഷ് ടാങ്ക് അടപ്പ് തുറന്നിട്ട് അതിനകത്തേക്ക് കമിഴ്ത്തി വെച്ച് കൊടുക്കുകയാണ്. കമിഴ്ത്തി വെച്ച് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അടപ്പിലാണല്ലോ ഞാൻ ഹോൾ ഇട്ട് വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത് കമിഴ്ത്തി വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഓരോ ഫ്ലഷ് അടിക്കുമ്പോഴും നമുക്ക് വെള്ളം തീരുന്നതനുസരിച്ച് ഈ കംഫർട്ട് ഇതിനകത്തേക്ക് വരികയും ചെയ്യും. നമ്മുടെ ഓരോ ഫ്ലഷിൽ നമുക്ക് നല്ല സ്മെല്ല് വരുന്നതായിരിക്കും. നമുക്ക് ഫ്ലഷ് ടാങ്കിന്റെ അകത്ത് വെക്കാൻ ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ പുറത്ത് വെച്ച് കൊടുക്കാവുന്നതാണ്. അതുപോലത്തെ ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മൾ ഫ്ലഷ് ടാങ്ക് അടച്ചു വെച്ചതിന് ശേഷം ഓരോ ഫ്ലഷ് അടിക്കുമ്പോഴും ബാഡ് സ്മെല്ലൊന്നും ഇല്ലാതെ നല്ലൊരു സ്മെല്ലായിരിക്കും നമ്മുടെ ടോയ്ലറ്റിൽ ഉണ്ടാവുക. കംഫർട്ട് നമ്മുടെ തുണികൾക്ക് മാത്രമല്ല ഒരുപാട് ഉപയോഗങ്ങളുണ്ട് നമുക്ക് കംഫർട്ട് ഉപയോഗിച്ചിട്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയി എങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാം. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.